കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ശിരോവസ്ത്ര വിവാദത്തിൽ നിലപാട് മാറ്റാതെ വിദ്യാഭ്യാസ മന്ത്രിയും സ്കൂൾ മാനേജ്മെന്റും. വിദ്യാർത്ഥിനിയോട് സംസാരിച്ച് പ്രശ്നം തീർക്കണമെന്നും യൂണിഫോമിന്റെ നിറത്തിൽ ശിരോവസ്ത്രമാകാമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ചു വന്നാൽ വിദ്യാർത്ഥിയെ സ്വീകരിക്കുമെന്നാണ് പ്രിൻസിപ്പലിന്റെ നിലപാട്. മന്ത്രിയുടെയും സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബിന്റെയും പ്രതികരണത്തിലേക്കാണ് ആദ്യം. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും രക്ഷകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള ശിരോവസ്ത്രം കൊടുക്കുക. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു കിട്ടിയിട്ടില്ല, അറിവ് കിട്ടിയിട്ടില്ല. ദാറ്റ്സ് ഓൾ. അതേസമയം മകളുടെ TC വാങ്ങാൻ തീരുമാനിച്ചുവെന്ന് കുട്ടിയുടെ പിതാവ് പറയുന്നു. മകൾ ശിരോവസ്ത്രം ധരിക്കുന്നത് മറ്റു വിദ്യാർത്ഥികൾക്ക് ഭയമാണെന്ന പ്രിൻസിപ്പലിന്റെ പരാമർശം വല്ലാതെ വേദനിപ്പിച്ചു. പിതാവിനെതിരെ വ്യാജപ്രചാരണം നടക്കുന്നുവെന്ന് അഭിഭാഷകനും പറഞ്ഞു. എന്താണ് TC മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ്. ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ വ്യക്തമായ അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയുണ്ടായിരുന്നു. എന്നാലും എൻ്റെ കുട്ടിയെ അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകളുടെ ഹിജാബ് ധരിക്കുവാനുള്ള വിശ്വാസപ്രകാരവും സംസ്കാരപ്രകാരവുമുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇനിയൊരു സംഘർഷവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പലിന്റെ പ്രതികരണം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ അവർ പറയുന്നതിൽ പ്രശ്നമായി ഞങ്ങൾ കാണുന്നത് ഒരേ ഒരു കാര്യമാണ്. അതായത് ഹിജാബ് നിഷേധിക്കുന്നത് ഇന്ത്യൻ മതേതരത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമായിട്ടാണ് എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മതേതര സങ്കല്പങ്ങളിൽ നിന്ന് പുറത്താണോ ഈ കുട്ടിയുടെ വിശ്വാസവും അവരുടെ സംസ്കാരവും എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഈ കുട്ടി അവിടെ നിന്ന് സ്കൂൾ മാറാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ് ആ കുടുംബം. പിതാവ് അത് വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഇനി മാനസികമായി അവിടെ തുടരുന്നതിൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം കുട്ടി തന്നെ സൂചിപ്പിച്ചു. അതിൻ്റെ ഭാഗമായി TC വാങ്ങി പോവുകയാണ് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ നിലപാട്. മാനേജ്മെൻ്റ് ആണെങ്കിൽ സ്കൂളിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് വരാമെങ്കിൽ സ്വാഗതം ചെയ്യാം എന്ന നിലപാട്, നേരത്തെയുള്ള അതേ നിലപാട് തന്നെ സ്വീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് മാനേജ്മെൻറ്റിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആൻമരിയ? മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ പ്രശ്നങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു. ഈ രണ്ട് രീതിയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം കുട്ടിയുടെ പിതാവ് ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല. സ്കൂളിൽ ഒരു സംഘർഷ സാഹചര്യം ഉണ്ടാക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ തനിക്കുണ്ടായ അല്ലെങ്കിൽ തന്റെ മകൾക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾ അത് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അതുകൊണ്ടാണ് സ്കൂളിൽ നിന്ന് TC വാങ്ങി പോകുന്നത് എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. എന്നാൽ ഇത്തരത്തിലൊരു നിലപാട് പിതാവിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോഴാണെങ്കിൽ പോലും വിദ്യാഭ്യാസ മന്ത്രി അതിരൂക്ഷമായിട്ടുള്ള വിമർശനം അത് മാനേജ്മെന്റിനെതിരെ പറയുമ്പോൾ പോലും കൃത്യമായിട്ട് ആദ്യമുണ്ടായിരുന്ന അതേ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും മാനേജ്മെന്റ് ഉള്ളത്. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞതും ആ രീതിയിൽ തന്നെയാണ്. കുട്ടി ആദ്യം വന്നപ്പോൾ വന്നതുപോലെ ഇനിയും വരികയാണ് എങ്കിൽ ആദ്യം വന്ന ദിവസം ഞങ്ങൾ എങ്ങനെയാണോ കുട്ടിയെ സ്വീകരിച്ചത് അതുപോലെ കുട്ടി ഇനിയും ഞങ്ങൾ സ്വീകരിക്കും, തുടർ പഠനം ഉറപ്പാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ സ്കൂൾ പ്രിൻസിപ്പൽ പറഞ്ഞത്. പിന്നെ TCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഞങ്ങളെ അറിയിച്ചിട്ടില്ല എന്നും സ്കൂൾ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. പക്ഷേ പിതാവ് അത് വ്യക്തമാക്കുന്നുണ്ട്. കുട്ടി ഇനി ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ വേണ്ടി കുട്ടിക്ക് ആഗ്രഹമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അവിടെ തുടർന്ന് പഠിക്കുകയില്ല എന്നാണ് ഈ കുട്ടിയുടെ പിതാവ് പറയുന്നത്. അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് മന്ത്രി വി ശിവൻകുട്ടി ആദ്യഘട്ടം മുതൽ തന്നെ ഈ പറയുന്നത്. മാനേജ്മെന്റിനെതിരെയാണ് പൂർണ്ണമായിട്ടും ആ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കുട്ടിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം സ്കൂൾ മാനേജ്മെന്റ് അവിടുത്തെ അധ്യാപകരാണ് എന്നും മന്ത്രി ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുതന്നെയായിരുന്നു മന്ത്രിയുടെ കഴിഞ്ഞ ദിവസം വന്ന പ്രസ്താവനയിൽ പുറത്തു വന്നതും. അതിനുശേഷമാണ് പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാകുന്ന രീതിയിലേക്ക് പോകുന്നത്. കാരണം പ്രശ്നത്തിന് ഒരു ഒത്തുതീർപ്പ് എന്നൊരു രീതിയിലേക്ക് വന്നപ്പോൾ കുട്ടിയുടെ പിതാവ് മകൾ അവിടെ തന്നെ പഠിച്ചോട്ടെ, സ്കൂൾ നിയമാവലി അനുസരിച്ച് തന്നെ ഞാൻ മുന്നോട്ട് പൊക്കോളാം
എന്ന് പറഞ്ഞതിന് ശേഷമാണ് വിദ്യാഭ്യാസ മന്ത്രി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. സ്കൂളിനെതിരെയായിരുന്നു വന്നിരുന്നത്, അവർക്കെതിരെ റിപ്പോർട്ട് സമർപ്പിക്കും, സ്കൂളിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അതിന് പിന്നാലെയാണ് പിന്നീട് കുറച്ച് പ്രശ്നങ്ങൾ അത് കുറച്ചുകൂടി വഷളാകുന്ന രീതിയിലേക്ക് പോകുന്നത്. സ്കൂൾ മാനേജ്മെന്റ് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പിതാവ് പറയുന്നു, കുട്ടിയെ ഞങ്ങൾ ഈ തിങ്കളാഴ്ച കുട്ടി സ്കൂളിലേക്ക്, സെന്റ് റീത്ത സ്കൂളിലേക്ക് തന്നെ പോകുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചില ശാരീരിക സമ്മർദ്ദങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നാണ് ആദ്യം നമ്മളെ അറിയിച്ചത്. ഇന്നലെ വൈകുന്നേരം വരെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെയാണ് വിളിച്ചു പറയുന്നത് TC മേടിച്ച് കുട്ടി അവിടെ നിന്ന് പോവുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും റീജിത്ത്, ഇതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രിയും നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണത്തിൽ ഒരു സമവായം രൂപപ്പെടുന്നുണ്ടെങ്കിൽ രൂപപ്പെടുത്തേ, അത് നടപ്പിലാക്കട്ടെ എന്ന നിലപാടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ സ്വീകരിച്ചിരുന്നത്. ഇത് പക്ഷേ ഇങ്ങനെ കുട്ടി TC വാങ്ങി അവിടെ നിന്ന് പോവുകയാണെങ്കിൽ ആ വിഷയം അവിടെ അവസാനിപ്പിക്കാൻ തയ്യാറല്ല, തുടർ നടപടികൾ ഉണ്ടാകും എന്ന നിലപാടാണോ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്? മന്ത്രി അതാണോ വിശദീകരിക്കുന്ന ആൻമരിയ? തീർച്ചയായിട്ടും മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അങ്ങനെ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും. കാരണം മാനേജ്മെന്റിനെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം, അതിനകത്ത് മന്ത്രി ഈ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ പോലും ഒരു സമവായ ചർച്ച അത് വീണ്ടും മന്ത്രി അവിടെ കാണുന്നുണ്ട്. മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: കുട്ടി ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരട്ടെ, ആ വരുന്ന സമയത്ത് ഏത് കളർ, അത് യൂണിഫോമിന് അനുസരിച്ചുള്ള കളർ വേണമെങ്കിൽ മാനേജ്മെന്റിന് തീരുമാനിക്കാം, അതനുസരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം അവിടെ പരിഹരിക്കുകയല്ലേ എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷമാണ് സ്കൂൾ മാനേജ്മെന്റ് മാധ്യമങ്ങളെ കാണുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും അവർ മുഖം നൽകുന്നില്ല. നമ്മൾ ചോദിക്കുന്നത് TC മേടിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം നമ്മൾ ചോദിക്കുന്നു. പക്ഷേ അവർ ആ പറഞ്ഞ നിലപാടിൽ തന്നെ, അതായത് കുട്ടി ശിരോവസ്ത്രം ധരിച്ചു വരികയാണെങ്കിൽ സ്കൂളിൽ തുടർ പഠനം ഉണ്ടാവുകയില്ല, ആ ഒരു നിലപാടിൽ തന്നെയാണ് സ്കൂൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു നിയമ നടപടിയിലേക്ക് പോകാൻ പിതാവിന് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കടുത്ത നടപടികൾ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയേറെയും റിജിത്ത്. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.